നമസ്കാരം. ഡെൻമാർക്കിൻ്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. വളരെ സുപ്രധാനമായൊരു തിരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ആശ്രയിച്ചായിരിക്കാം ഇനിയും ഡെൻമാർക്കിൻ്റെ കീഴിൽ കഴിയണമോ അതോ അമേരിക്കയ്ക്കൊപ്പം ചേരണമോ എന്ന് ഗ്രീൻലാൻഡിലെ ജനങ്ങൾ തീരുമാനിക്കുന്നത്. വളരെ ചെറിയൊരു രാജ്യമാണ് ഗ്രീൻലാൻഡ്. ഇതൊരു ദ്വീപാണ്. ഏതാണ്ട് 57,000 പേർ മാത്രമാണ് ഇവിടെ ജനസംഖ്യ ഉള്ളത്. ഇതിൽ 40,000-ലധികം പേർക്ക് മാത്രമേ വോട്ടവകാശവുമുള്ളൂ. എന്നാൽ ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. വർഷത്തിൽ ഭൂരിഭാഗ സമയവും മഞ്ഞുമൂടി കിടക്കുന്ന ഇവിടെ സൂര്യനെ പുറത്ത് കാണുന്നത് തന്നെ അപൂർവമായിട്ടാണ്. എന്നാൽ അപൂർവമായ ധാതു സമ്പത്തിൻ്റെ വലിയൊരു ഖനിയാണ് ഈ ദ്വീപ്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്വന്തമാക്കാൻ പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയും ഫ്രാൻസും റഷ്യയും ചൈനയുമൊക്കെ ഈ ഒരു ദ്വീപ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻകാർ ഈ ദ്വീപ് പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി അന്ന് ശ്രമിച്ചത് അമേരിക്കയാണ്. പിന്നീട് ഇതിൻ്റെ പേരിൽ പലപ്പോഴും അമേരിക്ക ഈ ദ്വീപ് ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അതൊക്കെ തന്നെ തള്ളിക്കളയുകയായിരുന്നു ജനങ്ങൾ. 2019 അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഈ ദ്വീപ് ഏറ്റെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചിരുന്നുവെങ്കിലും അന്ന് ഈ ശ്രമം വിജയിച്ചിരുന്നില്ല. എങ്കിലും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഈ ദ്വീപ് കൈവശമുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് ട്രംപ് പലതവണ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല അമേരിക്കയുടെ കൂടെ നിൽക്കുന്നതാണ് അവിടുത്തെ ജനങ്ങൾക്ക് നല്ലത് എന്ന രീതിയിലൊക്കെ തന്നെ ട്രംപ് നിരവധി വാഗ്ദാനങ്ങളൊന്നും നൽകിയിരുന്നുവെങ്കിലും ജനങ്ങളതൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന പാർട്ടിയും പ്രതിപക്ഷവും എല്ലാം തന്നെ ഈ ഒരു നീക്കത്തെ അന്ന് ശക്തമായി എതിർക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവർക്ക് വേണമെങ്കിൽ ഡെൻമാർക്കിൻ്റെ ഒപ്പം തന്നെ തുടരാം, അതല്ലെങ്കിൽ അമേരിക്ക വെച്ച് നീട്ടുന്ന വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്യാം. 1979 ഡെൻമാർക്കിൽ നിന്ന് ഹിതപരിശോധനയിലൂടെയാണ് ഗ്രീൻലാൻഡ് സ്വയംഭരണം നേടിയത്. എന്നാൽ ഇപ്പോൾ ഈ രാജ്യത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത് ഡെൻമാർക്ക് തന്നെയാണ്. നേരത്തെ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ഗ്രീൻലാൻഡിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തിന് വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചത്. ഒരു ഡാനിഷ് ദിനപത്രമാണ് ഇത് സംബന്ധിച്ച ഹിതപരിശോധന നടത്തിയത്. എന്നാൽ ഈ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ജനങ്ങളും തങ്ങൾക്ക് അമേരിക്കയ്ക്കൊപ്പം പോകേണ്ടതില്ല എന്ന് തന്നെയാണ് അഭിപ്രായപ്പെട്ടത്. ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് അമേരിക്കയ്ക്ക് ഈ രാജ്യം വിട്ടുകൊടുക്കുന്നതിനെ അനുകൂലിച്ചത്. പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഈ ദ്വീപിനെ മോഹിക്കുന്നവരാണ്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കയുമായി ശത്രുതയിലുമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ദ്വീപിന് ഏറ്റവും അധികം അടുപ്പമുള്ളത് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ ഗ്രീൻലാൻഡിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും ഉള്ള പരിമിതികളിൽ അവർ വളരെ സന്തുഷ്ടരായി തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലം വളരെ നിർണായകമാണ്. ഒരു ഹിതപരിശോധനയ്ക്ക് തുല്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് തന്നെ പറയാം. അമേരിക്കയ്ക്കൊപ്പം പോകണോ അതോ പഴയതുപോലെ ഡെൻമാർക്കിൻ്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ച് അവർക്ക് കീഴിൽ തന്നെ സ്വയംഭരണ പ്രദേശമായി പോകണോ എന്നുള്ളതാണ് ഇവിടെ ചർച്ചയാകുന്ന പ്രധാന വിഷയം. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് എന്ത് വില കൊടുത്തും ഈ ദ്വീപും സ്വന്തമാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ചില വ്യവസായ താല്പര്യങ്ങളുള്ളതായി നേരത്തെ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ട്രംപ് ആകട്ടെ ഇതൊക്കെ തള്ളിക്കളയുകയായിരുന്നു. യുക്രൈനിലെ ധാതു സമ്പത്ത് സ്വന്തമാക്കാൻ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളെ പോലെ തന്നെയാണ് ഗ്രീൻലാൻഡിലെയും അത്യപൂർവമായ ഈ ധാതു സമ്പത്ത് നേടിയെടുക്കാൻ അമേരിക്ക ശ്രമം നടത്തുന്നത്. ബാറ്ററികൾ മുതൽ വലിയ സാങ്കേതിക ഉപകരണങ്ങൾ വരെ നിർമ്മിക്കാൻ ആവശ്യമായ നിരവധി ധാതുക്കൾ ഗ്രീൻലാൻഡിൽ സമർത്ഥമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇത് സ്വന്തമാക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത്. എന്നാൽ ജനങ്ങൾ ഇക്കാര്യത്തെ നേരത്തെ നടത്തിയ പോലെ അഭിപ്രായ സർവേയിൽ പോലും തള്ളിക്കളഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും ആ ദിശയിലേക്ക് തന്നെയാകും വിരൽ ചൂണ്ടുക.